ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള സാരീസ് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ എംബ്രോയിഡറി ചെയ്തെടുത്തിരിക്കുന്ന സിംഗിൾ ഷെയ്ഡിൽ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്ന ബ്ലൗസിൻ്റെയും കൂടെ ഫാബ്രിക് ഉണ്ട്. പിന്നെ കാണിക്കുന്ന സാരികളിൽ നമ്മൾ കാണുന്നത് 4 സാരീസ് കാണുന്നുണ്ട്. അതിൽ ഒരു ഡിസൈനിൽ തന്നെ ഇതുപോലെ 2 കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സാരിയാണ് ഞാൻ ഉടുത്തിരിക്കുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള സാരിയാണ്, നല്ല ഭംഗിയായിട്ടുള്ള വീവിങ്ങും വന്നിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത് കാഴ്ചയിൽ പെട്ടെന്ന് നോക്കിയാൽ ശരിക്കും പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഹാൻഡ് വൂവൺ സാരിയുടെ ഒരു ഫീലാണ് നമ്മൾ ഉടുത്തു കഴിഞ്ഞാൽ ഇതിന് വരുന്നത്. അതുപോലെ ടെമ്പിൾ ബോർഡറൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കളർ വന്നേക്കുന്നത്, ഞാൻ ഉടുത്തിരിക്കുന്ന കളർ നമുക്ക് ആദ്യം നോക്കാം. ഇത് വരുന്നത് പേർപ്പിൾ ഷെയ്ഡിലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ പല്ല് കണ്ടോ, പല്ലു ഫുള്ളായിട്ട് ഹെവി ആയിട്ടുള്ള ആ ഒരു ഗോൾഡൻ സരിയും അതിൻ്റെ കൂടെ തന്നെ പേർപ്പിൾ കളറും കൂടെയുള്ള ത്രെഡ് ഉപയോഗിച്ചിട്ടുള്ള വീവിങ് വന്നിരിക്കുകയാണ്, നല്ല ഹെവി ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഫാബ്രിക് വന്നിരിക്കുന്നത് സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടണിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ വരുന്നത് ഇതിൻ്റെ ബോർഡറാണ്. ബോർഡറിലോട്ട് ടെമ്പിൾ വീവിങ് വരുന്നു, അത് ഓൾട്ടർനേറ്റ് ആയിട്ട് കളേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ വരുന്ന ബൂട്ടാസ് ആണ്. ബൂട്ടാസ് വരുന്നത് 2 കളറിൽ വരുന്നുണ്ട്. ഒന്ന് ആ ഒരു പേർപ്പിൾ കളറിലുള്ള വീവ് ചെയ്ത് വന്നേക്കുന്നതുകൊണ്ട്, അതുപോലെ തന്നെ ഗോൾഡൻ കളറിൽ വീവ് ചെയ്തേക്കുന്നതുകൊണ്ട്. അപ്പോൾ അതുപോലെയാണ് ഫുള്ളായിട്ട് ബോഡിയിൽ ഇങ്ങനെ ആണ് അതിൻ്റെ ആ ഒരു ഓൾ ഓവർ വീവ് ചെയ്ത് വന്നിരിക്കുന്ന പാറ്റേൺ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ഓണം സ്പെഷ്യൽ എന്ന് മാത്രമല്ല, നമുക്കൊരു ഫംഗ്ഷന് പിന്നിടാനായിട്ട് നല്ല ഹെവി ആയിട്ട് നല്ല ഭംഗിയായിട്ടുള്ള സാരിയാണ്. അതുപോലെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസുകൾ പോകുന്നതായിരിക്കും ഇതിന് ഭംഗി കേട്ടോ കൂടുതലും. ഇതൊരു ഷെയ്ഡ്, മറ്റൊരു ഷെയ്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റെഡിഷ് മെറൂൺ കളർ. ഇങ്ങനെ 2 കളേഴ്സാണ് ഈ സാരിയിലുള്ളത്. ബാക്കിയെല്ലാം സെയിം പാറ്റേൺ തന്നെ ഇതിലും വരും. പിന്നെ അടുത്ത് നമ്മൾ കാണുന്നത് ഇതുപോലെ ഒരു റോസ് ഗോൾഡ് കളറിലുള്ള ചെക്ക് വരുന്നതാണ്. ചെക്ക് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ ചെക്കാണ്. ഇത് ഞാൻ തുറന്ന് കാണിക്കാം. ഫുള്ളായിട്ട് ആ ചെറിയ ചെക്ക് വന്നിട്ട് 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. ഇതിന് ഇതുപോലെ വരും, 2 സൈഡിലും ബോർഡറും പിന്നെ പല്ലു പോർഷനിലോട്ടുള്ള ആ ഒരു റോസ് ഗോൾഡിൻ്റെ ആ ഒരു വീവിങ്ങും വന്നിട്ടുണ്ട്. പിന്നെ ബോഡി ഫുള്ളായിട്ട് ചെറിയ ചെറിയ ചെക്ക് വീവിങ്ങും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പല്ലുലോട്ട് ടാസൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് വരുന്നത് റോസ് കളർ, റോസ് പിങ്കിൻ്റെ ആ ഒരു ഷെയ്ഡും വന്നിട്ടുണ്ട്. അതുപോലെ പേർപ്പിൾ ടോണും കൂടെ വരുന്നുണ്ട്. പിന്നെ അടുത്തൊരു കളറും കൂടെ എന്ന് പറഞ്ഞാൽ സെയിം തന്നെയാണ് ബോഡി ഫുള്ളായിട്ട്. പിന്നെ ഈ ടാസൽസ് കെട്ടി വന്നതിലേക്ക് ഒരു നേവി ബ്ലൂ ഷെയ്ഡിൻ്റെയും കൂടെ കോമ്പിനേഷൻ. അപ്പോൾ ഇങ്ങനെ 2 കളേഴ്സ് ഈ സാരിയിലുള്ള ടാസൽസിൽ വ്യത്യാസം വന്ന് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ അടുത്ത സാരി കാണുന്നത് സിൽവർ വീവിങ് വന്നിരിക്കുന്ന സാരിയാണ്. അപ്പോൾ ഇതിൽ ബോഡി ഫുള്ളായിട്ട് ഇങ്ങനെ ചെക്കാണ്, അതും ഡബിൾ ചെക്ക് വന്നിട്ടുണ്ട്. ഇതിൽ ഒരു ചെക്കിൻ്റെ കൂടെ തന്നെ ഒരു ചെക്കും കൂടെ, അങ്ങനെ ഡബിൾ ചെക്ക് വീവിങ്ങും പല്ലുലോട്ട് ആ സിൽവർ സാരിയുടെ ബോർഡറും വന്നിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ബോർഡർ വരുന്നുണ്ട്. അപ്പോൾ ഇതും എല്ലാം വിത്ത് ബ്ലൗസ് ആയിട്ടാണ്, റണ്ണിങ് ബ്ലൗസ് തന്നെ വരും ഇതിൽ. പിന്നെ നമ്മളിപ്പം ചെയ്തെടുത്തിരിക്കുന്ന ബ്ലൗസുകൾ ഒന്ന് സിൽവർ ഷെയ്ഡിലോട്ടാണ് വരുന്നത്. ഇതിൻ്റെ നമ്മൾ പാറ്റേൺ ചെയ്തെടുത്തിരിക്കുന്നത് സ്ലീവ്സിലോട്ടാണ് ഈ ഹാൻഡ് വർക്ക് വരുന്നത്. അത് ലോട്ടസിൻ്റെ പാറ്റേണിലുള്ള ഹാൻഡ് വർക്കാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. വിചിത്ര സിൽക്ക് ഫാബ്രിക്കിലാണ്. അപ്പോൾ ഇതുപോലെ ആ ഒരു ഇപ്പം സിൽവർ സാരിക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു സിൽവർ തന്നെ സെയിം മാച്ചിങ് വേണമെങ്കിൽ ആ ഒരു രീതിയിൽ യൂസ് ചെയ്യുക. അതുപോലെ 2 സ്ലീവ്സിലോട്ടും ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന കട്ട് ബീഡ്സും സരിയും കൂടി ആയിട്ടുള്ള എംബ്രോയിഡറിക്ക് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ അങ്ങനെയാണ് വന്നേക്കുന്നത്. അപ്പോൾ ഇതിന് വേണമെങ്കിൽ സിൽവർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ഒരു റോസ് ഗോൾഡ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് നമുക്ക് ഉള്ള സാരിയാണ്. അപ്പോൾ അതിന് യൂഷ്വലി ആളുകൾക്ക് കറക്റ്റ് കളറിലുള്ള ബ്ലൗസ് കിട്ടാറില്ല. അപ്പം അതിന് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളതാണ് ഈ ഒരു ബ്ലൗസ്. അതിൻ്റെ കൂടെ തന്നെ ആ സെയിം പാറ്റേണിലുള്ള ലോട്ടസിൻ്റെ ഡിസൈനിൽ തന്നെയുള്ള ഹാൻഡ് എംബ്രോയിഡറി. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ പർച്ചേസ് ചെയ്യാം. പിന്നെ വന്നേക്കുന്നത് നമ്മൾ ചെയ്തെടുത്ത് കോപ്പറിൽ ചെയ്തെടുത്തിട്ടുണ്ട്. കോപ്പറും ഒരു കോമൺ കേരള സാരിയിൽ വരുന്നതാണ്, കോപ്പർ കളറിലുള്ള വീവിങ്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന പോലെ ഈ ഒരു ബ്ലൗസ് യൂസ് ചെയ്യും. എല്ലാത്തിനും ഹാൻഡ് വർക്ക് ഓരോന്നിനും കളർ മാച്ച് ചെയ്യുന്നതനുസരിച്ച് ബീഡ്സിലൊക്കെ ചേഞ്ചസ് ഉണ്ട്. പിന്നെ നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് റെഡിഷ് മെറൂണും ഉണ്ട്, നല്ലൊരു ബോട്ടിൽ ഗ്രീനും. അപ്പോൾ ഈ കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഏത് ഗോൾഡൻ സാരിയുടെ കൂടെ മാച്ച് ചെയ്യാവുന്നതാണ് കോൺട്രാസ്റ്റ് ആയിട്ട്. അപ്പോൾ ഇത്തരം കളേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റിൽ ഓണം കളക്ഷനിൽ ഇത് കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഒക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.